ആർക്ക് വേണമെങ്കിലും അട്രാക്റ്റീവ് ആവാം. 10 മിനിറ്റ്സിൽ സ്കിൻ കെയർ ചെയ്യുക, സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ബട്ട് ഈ വീഡിയോയിൽ പറയുന്നത് വേറെ ചിലതാണ്. അതിൽ ഞാൻ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സീ സാൾട്ട് സ്പ്രേ. എൻ്റെ രീതിയിൽ പറഞ്ഞ ഉപ്പുവെള്ളം സ്പ്രേ. ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫേസ് ഷാർപ്പാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അത് പലർക്കും ഉണ്ട്. അതിനാണ് ഈ സിമ്പിൾ സാൾട്ട് സ്പ്രേ മെത്തേഡ്. ഇതിനുള്ള ഇൻഗ്രീഡിയൻറ്റ് 2 ടേബിൾ സ്പൂൺ സാൾട്ട്, ഹോട്ട് വാട്ടർ, ഒരു സ്പ്രേ ബോട്ടിൽ. അത് മിക്സ് ചെയ്തിട്ട് ആദ്യം മുഖത്ത് സ്പ്രേ ചെയ്യണം. നൈറ്റ് ഇത് അടിച്ചിട്ട് കിടന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട. ഇത് സീ സാൾട്ട് സ്പ്രേ ആണ് ഗൈസ്. ഫേസ് ഒക്കെ അങ്ങ് ക്ലീൻ ആവും. പിന്നെ ഇത് എപ്പോഴും മുഖത്തിട്ട് അടിച്ചു കളയും. ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യം അടിച്ചാൽ മതി. പിന്നെ എക്സസൈസ് ചെയ്തിട്ടും സിക്സ് പാക്ക് ഇല്ലേ, നോ പ്രോബ്ലം. സിക്സ് പാക്ക് ഇല്ല എന്നും പറഞ്ഞ് അട്രാക്ഷൻ ഒന്നും കുറയാൻ പോകുന്നില്ല. ബട്ട് അവിടെ വേറെ ഒന്നാണ് നടക്കുന്നത്. നിങ്ങളുടെ ബോഡി ഫിറ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, നിങ്ങളുടെ ബോഡി ഫിറ്റ് അല്ല എങ്കിൽ ചില സിറ്റുവേഷനിൽ കോൺഫിഡൻസ് കുറയാൻ ചാൻസ് ഉണ്ട്. അതുവഴി നിങ്ങളുടെ അട്രാക്ഷനും കുറയും. ബട്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് സിക്സ് പാക്ക് വെക്കണമെന്നല്ല. നിങ്ങൾ കൺസിസ്റ്റൻസിയായി എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ കൺസിസ്റ്റൻസിയായി ഒരു 30 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾ ക്ഷമയോടെ റെഗുലറി ഇത് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ആവും. അതുവഴി നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ബാഡ് ബ്രീത്ത്. ഈ സ്മെല്ലാണ് മേജർ വില്ലൻ. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ക്ലോസപ്പിന്റെ ആഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ബാഡ് ബ്രീത്ത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ എത്രമാത്രം അൺഅട്രാക്റ്റീവ് ആക്കുമെന്ന്. അതിന് നിങ്ങൾ ടൂത്ത് പേസ്റ്റ് എടുത്ത് അതിൽ ഒലീവ് ഓയിൽ ഓർ കോക്കനട്ട് ഓയിൽ കുറച്ചെടുത്ത് തേക്കാൻ തുടങ്ങുക. അതിനുശേഷം വീണ്ടും ടേക്ക് 1 or 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഓർ കോക്കനട്ട് ഓയിൽ. മൗത്തിൽ ഇതുപോലെ ചെയ്യുക. പിന്നെ ഉള്ളതാണ് നേർഡ് നെക്ക് മെത്തേഡ്. ഇതിൽ കുറച്ച് ഹൈറ്റ് കൂടാൻ സഹായിക്കും. പോർ പോസ്റ്ററിൽ കൊണ്ട് ഹൈറ്റ് ഉള്ളതിൽ നിന്നും വീണ്ടും കുറവായി തോന്നും. ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിൻ ഡൗൺ 5 സെക്കൻഡ്സ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ലെഫ്റ്റ് റൈറ്റ് ടേൺ 5 സെക്കൻഡ് ആൻഡ് ഹെഡ് ബാക്ക് പ്രസ് 5 സെക്കൻഡ്. ഇത് ഡെയിലി ചെയ്യുക. ട്രസ്റ്റ് മീ. വിഷ്വലി 1 ഇഞ്ച് ഹൈറ്റ് കൂടാൻ നിങ്ങളെ ഇത് സഹായിക്കും. സെൽഫ് കോൺഫിഡൻസ് കൂടാൻ സഹായിക്കും. നമുക്ക് പിന്നെ ടീത്തിൽ ഒന്നും കൂടെ വരാം. നിങ്ങളുടെ ടീത്ത് വൈറ്റിൻ ഷൈനിങ് അറിയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ അഥവാ ചിരിച്ചാലും നിങ്ങൾക്ക് അവിടെ അട്രാക്ഷൻ ആയിരിക്കില്ല ഉണ്ടാകുന്നത്. അതിനുവേണ്ടി ഹോം റെമഡി ഞാൻ പറഞ്ഞു തരാം. ഇതിന് വേണ്ടത് നമുക്ക് ലെമൺ ജ്യൂസ്, ബേക്കിംഗ് സോഡയും, നാരങ്ങ എടുത്ത് അതിനെ കുറച്ച് ചാറെടുത്ത് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് അതിനെ കുഴച്ച് പേസ്റ്റ് ആക്കി പല്ലിലിട്ട് 2 തേപ്പ് തേച്ചാൽ പല്ല് വൈറ്റ് ആകാൻ നിങ്ങളെ സഹായിക്കും എന്നും പറഞ്ഞ് കുറേ നേരം ഇട്ട് തേക്കല്ലേ. 1 മിനിറ്റ് തേച്ചാൽ മതിയാവും. വീക്കിലി ഒരു 2 ടൈംസ് തേച്ചാൽ മതി. ഇനിയാണ് ലാസ്റ്റ് വൺ. ഡെയിലി മോർണിംഗ് നിങ്ങൾ 7 മിനിറ്റ് ലേസി ആണെങ്കിൽ ഒരു 7 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്യും. നേവി ഷവർ 2 മിനിറ്റ്സ് കുളിക്കണം. പിന്നെ നിങ്ങളുടെ ഫേസിൽ എന്തേലും നല്ല മോയ്സ്ചറൈസർ കോംബോ അപ്ലൈ ചെയ്യുക. ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലിപ്പും കൂടെ ബ്രഷ് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫ്യൂം അടിക്കുക. ബ്രസ്റ്റ് ആൻഡ് നെക്കും ഡെയിലി കൺസിസ്റ്റൻസിയായി ചെയ്ത് നോക്കി ഫുൾ ഡേ നിങ്ങൾക്ക് ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞത് ഒക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് സിമ്പിളുമാണ്. ജസ്റ്റ് ഈ സിമ്പിൾ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്ത് നോക്കും.